ഹലോ. വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് ഒരു ആന്ധ്രാപ്രദേശ് റെസിപ്പി നോക്കിയാലോ? കാണാൻ സാമ്പാറിനെ പോലെയൊക്കെ ഉണ്ടാവും, പക്ഷേ സാമ്പാറല്ല. ഇതിൻ്റെ പേരാണ് പപ്പുചാറു. പപ്പു മീൻസ് പരിപ്പ്. പരിപ്പും കൊണ്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ? ദിസ് ഈസ് SK. വെൽക്കം ടു SK's വ്ളോഗ്സ്. ബിഫോർ ഗോയിങ് ടു ദാറ്റ്, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പപ്പുചാറ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയാലോ? പരിപ്പ് നേരത്തെ ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചായിരുന്നു. അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ ആവശ്യമായത് സവോള, വേണമെങ്കിൽ ചെറിയുള്ളി ചേർക്കാം. ചെറിയുള്ളി എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ സവോള എടുത്തു. ഒരു സവോളയാണ് ഞാൻ എടുത്തത്. പിന്നെ ആവശ്യത്തിന് തക്കാളി, ഞാനിവിടെ 2 തക്കാളിയാണ് യൂസ് ചെയ്തത്. പിന്നെ മല്ലിയില ചോപ്പ് ചെയ്തത്, പിന്നെ 2 പച്ചമുളക്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പുളി ഞാൻ നേരത്തെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ആവശ്യമുള്ള വെജിറ്റബിൾസ് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുരിങ്ങക്കായൊക്കെ ചേർക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ നമ്മളെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സ്റ്റൗവിൽ ഒരു കടായി വെച്ചിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ഇവിടെ ഞങ്ങൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് തടുക്ക ഇടാം. അതിനുവേണ്ടി കടുകും ജീരകം, പരിപ്പും കുറച്ച് ഉഴുന്നും, പിന്നെ ഒരു ഉണക്കമുളകും, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇടുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ആസഫോട്ടിയുടെ പൗഡർ ആഡ് ചെയ്യുക. നല്ലൊരു അരോമ കിട്ടാൻ വേണ്ടിയിട്ടാണ്. യൂഷ്വലി നമുക്ക് ഈ തടുക്ക അവസാനം ചെയ്യാം, പക്ഷേ ഞാൻ ഫസ്റ്റാണ് ചെയ്യുന്നത്. പിന്നെ 2 വെളുത്തുള്ളി തോലോടൊക്കെ ഞാൻ ആഡ് ചെയ്തു. വേണമെങ്കിൽ തോലില്ലാതെ ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം. സവോളയും പച്ചമുളകും തക്കാളിയും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എല്ലാ മസാലകൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി 1 സ്പൂണ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെള്ളം മാത്രമായിട്ട് ചേർക്കാം. പുളിവെള്ളം ഒഴിച്ച് കുറച്ച് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച് പരിപ്പ് വെള്ളത്തോടെ ചേർക്കാം. ഇനി എക്സ്ട്രാ ആയിട്ട് ഇതിൽ ഒരു വെള്ളം ചേർക്കുന്നില്ല. ഓൾറെഡി പരിപ്പ് വേവിച്ചപ്പോഴേ ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഉണ്ടോയെന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഒന്നുകൂടി ചേർക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ചേർത്തു. ഇനി ഈ കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അധികം നേരം തിളയ്ക്കേണ്ട ആവശ്യമില്ല.
അവസാനമായിട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പപ്പുചാറ് റെഡിയായി കഴിഞ്ഞു. നല്ലൊരു കംഫർട്ടബിൾ മീലാണ്. പപ്പുചാറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് പെപ്പർ ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ പൊട്ടാറ്റോ ഫ്രൈയോ ആയിട്ട് നമുക്ക് കഴിക്കാം. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല സിമ്പിൾ ആൻഡ് ഈസി ആന്ധ്രാപ്രദേശ് റെസിപ്പിയായ പപ്പുചാറ് റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. Thank you so much for watching. See you in next video. Bye bye.